എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഉണ്ണുനീലി സന്ദേശത്തെക്കുറിച്ചാണ് പറയുന്നത്. മലയാളത്തിലെ ആദ്യ സന്ദേശകാവ്യമാണ് ഉണ്ണുനീലി സന്ദേശം. പൂർണ്ണ രൂപത്തിൽ ലഭ്യമായ ഒരേയൊരു സന്ദേശകാവ്യ കൃതി കൂടിയാണിത്. 1906 രസികരഞ്ജിനിയിലാണ് ഉണ്ണുനീലി സന്ദേശം പ്രസിദ്ധീകരിക്കുന്നത്. 14-ാം ശതകത്തിൽ രചിക്കപ്പെട്ടതായി കരുതുന്നു. ഇതാരാണ് എഴുതിയതെന്ന് തെളിവുകളൊന്നും ലഭ്യമല്ല. അതിനാൽ അജ്ഞാത കർത്തൃകമാണ്. നായിക മുണ്ടക്കൽ ഇല്ലത്തെ ഉണ്ണുനീലിയാണ്. സന്ദേശഹരൻ ആദിത്യവർമ്മനാണ്. ഇതിവൃത്തം കൽപ്പിതമാണ്. കൊല്ലം ജില്ലയിലെ വൈക്കം താലൂക്കിലെ കടുത്തുരുത്തിയിലെ ഒരു ഇല്ലമാണ് മുണ്ടക്കൽ. മുണ്ടക്കൽ ഭവനത്തിൽ ഉണ്ണുനീലി തൻ്റെ ഭർത്താവുമൊത്ത് ഉറങ്ങുകയായിരുന്നു. ആ സമയത്ത് ഉണ്ണുനീലിയുടെ ഭർത്താവിനെ ഒരു യക്ഷി അപഹരിച്ച് ദക്ഷിണദേശത്തേക്ക് കൊണ്ടുപോകുന്നു. തിരുവനന്തപുരം പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ അടുത്തെത്തിയപ്പോൾ നായകൻ ഉറക്കത്തിൽ നിന്ന് ഉണരുകയും നരസിംഹ മന്ത്രം ജപിച്ച് യക്ഷിയുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യുന്നു. അവിടുന്ന് ശ്രീ പത്മനാഭനെ വണങ്ങുവാൻ വന്ന തൃപ്പാപ്പൂർ മൂപ്പനായ ആദിത്യവർമ്മ രാജാവിൻ്റെ കയ്യിൽ നായകൻ തൻ്റെ സന്ദേശം ഉണ്ണുനീലിക്ക് കൊടുത്തുവിടുന്നതാണ്. പിന്നെ ആദിത്യവർമ്മൻ കയറിയിറങ്ങുന്ന ക്ഷേത്രങ്ങളുടെയും വരുന്ന വഴികളുടെയൊക്കെ വർണ്ണനയൊക്കെയാണ് ഉണ്ണുനീലി സന്ദേശത്തിൻ്റെ ഇതിവൃത്തമായിട്ട് നൽകിയിരിക്കുന്നത്. ഒരു നായികയുടെ പേരിലുണ്ടായ ആദ്യ സന്ദേശകാവ്യമാണ് ഉണ്ണുനീലി സന്ദേശം. ഉണ്ണുനീലി സന്ദേശത്തിൽ കൊല്ലത്തെ അമരാപുരിയെ ലജ്ജിപ്പിക്കുന്ന നഗരം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. തുലുക്കൻ പടയെക്കുറിച്ച് പരാമർശമുള്ള കൃതിയാണ് ഇത്. ഓണത്തെക്കുറിച്ചും ഉണ്ണുനീലി സന്ദേശത്തിൽ പരാമർശമുണ്ട്. ഉണ്ണുനീലി സന്ദേശത്തിന് പല വിശേഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കുട്ടിക്കൃഷ്ണ മാരാര് ഉണ്ണുനീലി സന്ദേശത്തെക്കുറിച്ച് എഴുതിയ പ്രബന്ധമാണ് മുണ്ടക്കൽ സന്ദേശം മുഴുത്ത ചിരി. ഉണ്ണുനീലി സന്ദേശം ചരിത്ര ദൃഷ്ടിയിൽ കൂടി എന്ന കൃതി രചിച്ചത് ഇളംകുളം കുഞ്ഞൻപിള്ളയാണ്. ഹാസ്യ കവനമെന്ന് ഉണ്ണുനീലി സന്ദേശത്തെ വിശേഷിപ്പിച്ചത് കുട്ടിക്കൃഷ്ണ മാരാരും ആർ നാരായണ പണിക്കരുമാണ്. പരാജയ കവനമെന്ന് ഉണ്ണുനീലി സന്ദേശത്തെ വിശേഷിപ്പിച്ചത് പി ദാമോദരനാണ്. ഉണ്ണുനീലി സന്ദേശത്തിലെ കവിയും നായകനും ഒരാൾ തന്നെയാണെന്ന് അഭിപ്രായപ്പെട്ടത് ഉള്ളൂരാണ്. മേഘദൂതിന് മുമ്പിൽ ഉണ്ണുനീലി സന്ദേശം യാതൊന്നുമല്ല എന്ന പരാമർശം ജോസഫ് മുണ്ടശ്ശേരി സന്ദേശം അതൊന്നേയുള്ളൂ എന്ന കൃതിയിൽ പറയുന്നുണ്ട്. ഉണ്ണുനീലി സന്ദേശത്തിലെ ഉത്തരഭാഗത്തിലെ 70-ാം ഭാഗത്തിലെ ഒരു ശ്ലോകം ലീലാതിലകത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഉണ്ണുനീലി സന്ദേശത്തെക്കുറിച്ച് പറയാനുള്ളത്. മലയാളത്തിലെ പൂർണ്ണമായും ലഭ്യമായിട്ടുള്ള ആദ്യത്തെ സന്ദേശകാവ്യമാണ് ഉണ്ണുനീലി സന്ദേശം. 1906 രസികരഞ്ജിനിയിലാണ് ഇത് പ്രസിദ്ധീകരിച്ചത്. 14-ാം ശതകത്തിൽ രചിക്കപ്പെട്ടതായി കരുതുന്നു. മുണ്ടക്കലിലത്തെ ഉണ്ണുനീലിയാണ് ഇതിലെ പ്രധാന കഥാപാത്രം, നായിക. ഇതിവൃത്തം കൽപ്പിതമാണ്. സന്ദേശഹരൻ ആദിത്യവർമ്മനാണ്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തെക്കുറിച്ചും വർക്കല, കൊല്ലം, കണ്ടിയൂർ, തിരുവല്ല തുടങ്ങിയ പ്രദേശങ്ങളെക്കുറിച്ചുമുള്ള വർണ്ണനകളൊക്കെ ഇതിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഓണത്തെക്കുറിച്ചും തുലുക്കൻ പടയെക്കുറിച്ചുമൊക്കെ ഉണ്ണുനീലി സന്ദേശത്തിൽ പരാമർശങ്ങളുണ്ട്. കൊല്ലത്തെ അമരാപുരിയെ ലജ്ജിപ്പിക്കുന്ന നഗരം എന്ന് വിശേഷിപ്പിക്കുന്ന ഉണ്ണുനീലി സന്ദേശത്തിലാണ്. ഹാസ്യ കവനം എന്ന് കുട്ടിക്കൃഷ്ണ മാരാരും ആർ നാരായണ പണിക്കരും, മുണ്ടക്കൽ സന്ദേശം മുഴുത്ത ചിരി എന്ന് കുട്ടിക്കൃഷ്ണ മാരാരുടെ പ്രബന്ധം, ഒരു പരാജയ കവനം എന്ന് പി ദാമോദരനും, ഉണ്ണുനീലി സന്ദേശം ചരിത്ര ദൃഷ്ടിയിൽ കൂടി എന്ന കൃതി രചിച്ചത് ഇളംകുളം കുഞ്ഞൻപിള്ളയുമാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഓർത്തു വെക്കുക. നെറ്റിനും PSC പരീക്ഷയ്ക്കുമൊക്കെ ഉപകാരപ്പെടും.